ഇങ്ങനെ കരയുന്നത് എന്തിനാണെന്നല്ലേ? കാരണം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ സ്പെഷ്യൽ റൈസിൻ്റെ റെസിപ്പി പറഞ്ഞുതരാമെന്ന്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ സവാള അരിയുന്നതുകൊണ്ട് കണ്ണിന് വെള്ളം വരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുത്തനൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ എങ്ങനെ കുക്കിങ്ങിലേക്ക് കിടന്നാലോ? നിങ്ങളുടെ ക്വാണ്ടിറ്റി ഓഫ് മേക്കിംഗ് അനുസരിച്ച് സവാള ചൂസ് ചെയ്യുക. ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് അരിഞ്ഞ് വെക്കുക തിന്നായിട്ട്. പിന്നെ നമ്മൾ പാത്രം ചൂടാക്കി എണ്ണ ഒഴിച്ച് 1.5 ടീസ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂണിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന സ്പൈസസ് നിങ്ങൾ ആഡ് ചെയ്യുക, എണ്ണയിലേക്ക് ഇടുക. സ്പൈസസ് ഒക്കെ എണ്ണയിൽ കിടന്ന് ചെറിയൊരു മണം വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ സവാള അങ്ങ് ഇടുക. കുറച്ച് ഉപ്പുകൂടി ഇട്ടുള്ളൂ, കാരണം സവാള വഴന്ന് വരാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിനകത്തേക്കൊരു മിക്സ് ചേർക്കാനുണ്ട്, ഒരു പേസ്റ്റ് മിക്സ്. അപ്പോൾ അത് റെഡിയാക്കാനായിട്ട് ഇൻഗ്രീഡിയൻസ് ഇതാണ്. പുതിനയില, മല്ലിയില വേണമായിരുന്നു, എൻ്റെ കയ്യിലില്ലായിരുന്നു. പിന്നെ ഇതാ ഒരു തക്കാളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ക്വാണ്ടിറ്റി മാറ്റാവുന്നതാണ്. ഇതെല്ലാം ബ്ലെൻഡറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ല പേസ്റ്റ് ഫോമിൽ നമുക്കിത് അരച്ചെടുക്കണം. കുറച്ച് തൈരോടെ ഉണ്ടെങ്കിൽ ഒഴിക്കുന്നത് നല്ലതായിരിക്കും. എൻ്റെ കയ്യിലില്ലായിരുന്നു. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും ആ റൈസിൻ്റെ കൂടെ ഒരു മുട്ട ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഒരു മുട്ട ഇട്ടു. ഞാൻ എൻ്റെ മിക്ക മീൽസിൻ്റെ കൂടെയും ഒരു മുട്ട ഇൻക്ലൂഡ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. മുട്ട എവിടെ കിടന്നാവട്ടെ. അപ്പം നമ്മൾ അരച്ച് വെച്ച് ആ പേസ്റ്റ് മിക്സ് ചെയ്യാൻ ടൈമായി. സവാള നന്നായിട്ട് വഴന്ന് വന്നപ്പം നമ്മൾ ഈ മിക്സ് ചേർത്തു. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ആകെ 3 മസാലാസാണ്. അതിലൊന്ന് ചിക്കൻ മസാല ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, ഈസ്റ്റേണിൻ്റെയാണ്. അതുപോലെ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇതിനകത്തൊരു നുള്ള് ചേർക്കുന്നുണ്ട്. ഇനി റൈസ് അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ സെയിം സ്പൈസസ്, അതായത് ഗ്രാമ്പൂ, പട്ട, കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് റൈസ് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ എഗ്ഗ് ആയിട്ടുണ്ട്. അപ്പോൾ അത് പുഴുങ്ങി. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് സെറ്റായി വന്നു. അപ്പോൾ നമ്മൾ ആ എഗ്ഗ് വെച്ചിട്ട് പിന്നെ റൈസ് ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ദം ഇടാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ കുറച്ച് പുതിനയിലയും കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ വെച്ച് നമ്മളത് അടച്ചു വെച്ചു. ഒരു 3 മിനിറ്റ് വെച്ചതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നല്ല ആവി വരുന്നുണ്ടായിരുന്നു, നല്ല സ്മെല്ലും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് സെർവ് ചെയ്യാൻ പോവാണ്. ഇനി ഒരു ചെറിയ ബൗളെടുത്ത് അതിനകത്തേക്ക് ബിരിയാണി ലെയർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം കറി പറ്റാത്ത പൊക്കത്തെ റൈസ് ഇട്ടു. പിന്നെ നമ്മൾ ഗ്രേവി മേക്കുമൊക്കെ വെച്ചത് സെറ്റ് ചെയ്തു. അങ്ങനെ പ്ലേറ്റിലേക്ക് അത് സെറ്റ് ചെയ്തു. അലങ്കാര പരിപാടിക്കായിട്ട് ഇതാ 2-3 സവാള കഷ്ണങ്ങളും അതുപോലെ തക്കാളിയൊക്കെ ഞാൻ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇത് ഡേറ്റ്സ് അച്ചാറാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കാൻ. ഇനി ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാം. ജീരകം ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കയറി. ബാക്കിയെല്ലാം കൊണ്ടും അടിപൊളിയാണ്. പിന്നെ കോളേജിൽ കൊണ്ടുപോയപ്പോഴത്തേനേക്കാളും ടേസ്റ്റ് കൂടുതലുണ്ട്. കാരണം കുറച്ച് അടിപൊളിയായിട്ടാണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയ ടൈം എടുത്തത്. അപ്പോൾ അത്രേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. Bye from with me, Ashley.